UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുൻമന്ത്രി റോഷി അഗസ്റ്റിന് കുരുക്ക്. കൊളപ്ര ടൂറിസം പദ്ധതിയിൽ 112 കോടിയുടെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അതേസമയം അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ 24-നോട് പറഞ്ഞു. 112 കോടിയുടെ അഴിമതി എന്നാണ് പറയുന്നത്. ഈ പദ്ധതി എത്ര കോടിയുടെ ആണെന്നുള്ളതാണല്ലോ ആദ്യത്തെ പ്രശ്നം. മാത്രമല്ല, ഇതിൽ ഗവൺമെൻറ്റിന് പൈസ മുടക്കുള്ള പദ്ധതിയാണ്. ഇത് ഏറ്റെടുക്കുന്ന കമ്പനി തന്നെയാണ് ഇതിൻ്റെ പണം മുടക്ക്. അവർ പണം മുടക്കി ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഗവൺമെൻറ് ഈ ലാൻഡ് ലീസിന് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ അന്വേഷിക്കാൻ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അധികാരവും അവകാശങ്ങളും നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇപ്പം 97.5% വിഹിതം ഈ നടത്തിപ്പുകാരന് കിട്ടുന്നതാണ് ലാഭം. എന്താണ്, എങ്ങനെ മനുഷ്യന് എങ്ങനെയൊക്കെയാണ് എങ്ങനെ ഒരു തേജോബോധം ചെയ്യാൻ വേണ്ടി ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി അന്വേഷിക്കുക എന്നുള്ളതാണ് ആവശ്യം. ആ പരാതി അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എൻ്റെയും കൂടിയാണ്. CPIM-നെയോ LDF-നെയോ ഭയപ്പെടുത്താമെന്ന് കരുതരുതെന്നും UDF-ന് അധികാരം കിട്ടിയതിന്റെ ആരംഭ ശൂരത്വമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. അവർക്ക് അധികാരം കിട്ടിയതല്ലേ, ആരംഭശൂരത്വം കാണും. പക്ഷേ ഇടതുപക്ഷ മുന്നണിയെയോ CPM-നെയോ അങ്ങനെ ഭയപ്പെടുത്താമെന്ന് ധരിക്കരുത്. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേർന്നത്. ജിബിൻ, പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പല വിവാദങ്ങൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ വാർത്തകൾക്ക് ചൂടുപിടിക്കുകയാണെന്ന് പറയാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മുൻ മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണമാണ് നിലവിലുള്ളത്. അതിലൊരു അന്വേഷണം വരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ കൊളപ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ അന്വേഷണം വരുന്നു, സഹകരിക്കാമെന്നൊക്കെ റോഷി അഗസ്റ്റിൻ പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിബിൻ JBയുടെ കോൾ കട്ടായിട്ടുണ്ട്. അല്പസമയത്തിനകം ജിബിൻ JBയിലേക്ക് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സുപ്രധാനമായ ഒരു നീക്കമാണ് വിജിലൻസിന്റെ ഭാഗത്തും ഉണ്ടായത്. അതിവേഗം എന്ന് പറയാം. കാരണം പുതിയ സർക്കാർ വരുന്നു. അതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഒരു മുൻ മന്ത്രിക്കെതിരെ അന്വേഷണം എന്ന രീതിയിലാണ് കാര്യങ്ങളെ കാണേണ്ടത്. കൊളപ്ര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 112 കോടിയുടെ ക്രമക്കേട് ആരോപണമാണ് ഉയർന്നത്. അതിലാണ് വിജിലൻസ് അന്വേഷണം വരാൻ പോകുന്നത്. ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. ഏതായാലും അല്പസമയം മുമ്പ് മുൻമന്ത്രിയുടെ പ്രതികരണമൊക്കെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. എന്ത് അന്വേഷണത്തോടും സഹകരിക്കും എന്ന് തന്നെയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. ഏതായാലും ഇനിയിപ്പോൾ ഏത് രീതിയിലായിരിക്കും തുടർ നീക്കങ്ങളൊക്കെ അന്വേഷണമൊക്കെ പോകുന്നത് എന്ന് തന്നെയാണ് കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.